ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയർ വാല്യുവേഷൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞു വെച്ചത്. അതിൽ ഒരു ഷെയർ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് ഷെയർസ് നമ്മൾ പറഞ്ഞു. നമുക്കൊരു ഷെയറിനെ ഡിഫറെൻറ്റ് രീതിയിൽ അതിൻ്റെ വാല്യൂ പറയാമെന്ന് പറഞ്ഞു. അതിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർ ആണ്. ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർ എന്താണെന്നുള്ളതും പറഞ്ഞു. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർ കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ഷെയർ വാല്യുവേഷൻ. ഇനി നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെയാണ് ആ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയാൻ പോണത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഇതാണ്, വാല്യുവേഷൻ, ഷെയർ വാല്യുവേഷൻ മോഡൽസ് ആണ്. അതിൽ നമുക്ക് പിന്നെ ഡിഫറെൻറ്റ് മോഡലുകളുണ്ട്, അതിനെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷെയർ വാല്യുവേഷൻ മോഡൽസ് എന്ന് പറഞ്ഞത് അതിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഡിവിഡൻറ്റ് വാല്യുവേഷൻ മെത്തേഡാണ്. അതിനെ നമ്മൾ ചിലപ്പോൾ ക്യാപിറ്റലൈസേഷൻ മോഡൽ എന്നും പറയും. ഓക്കെ, ഡിവിഡൻറ്റ് വാല്യുവേഷൻ മോഡൽ ഒരു ക്യാപിറ്റലൈസേഷൻ മോഡൽ രണ്ടും ഒന്നാണ്. രണ്ടാമത്തത് PE റേഷ്യോ മെത്തേഡ്. PE റേഷ്യോ മെത്തേഡ് പ്രൈസ് ഏണിംഗ് റേഷ്യോ മെത്തേഡ്. ഓക്കെ, പ്രൈസ് ഏണിംഗ് റേഷ്യോ മെത്തേഡ് നമുക്കത് രണ്ടാമത്തെ മോഡലാണ്. മൂന്നാമത്തെ മോഡൽ ബുക്ക് വാല്യൂ മെത്തേഡ്. ഈ 3 മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെയറിനെ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് ഡിവിഡൻറ്റ് വാല്യുവേഷൻ മോഡൽ മാത്രം പഠിക്കാം. ഓക്കെ, ഡിവിഡൻറ്റ് വാല്യുവേഷൻ മോഡൽ എന്ന് പറയുന്നത്, ഈ മോഡൽ പ്രകാരം അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ദ ടോട്ടൽ ഫ്യൂച്ചർ ഡിവിഡൻറ്റ് ഇൻകം ആൻഡ് എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ഷെയർ will be discounted at the expected rate of return of the investor. The resultant figure is called intrinsic value. ഈ മീനിങ് നമ്മൾ ഇന്നലെ ഇൻട്രിൻസിക് വാല്യൂ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞതാണ്. നമുക്ക് ഭാവിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ ക്യാഷ് ഇൻഫ്ലോസും, അതുപോലെ നമ്മൾ എത്ര വർഷമാണോ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് വിൽക്കുമല്ലോ. 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷെയർ വിൽക്കുമ്പം നമുക്ക് എത്ര വില കിട്ടും എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവും. ഒരു മാർക്കറ്റ് പ്രൈസിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. ഫ്യൂച്ചർ ആയതുകൊണ്ട് ഇതൊക്കെ എക്സ്പെക്റ്റേഷൻ മാത്രമാണ്. നമുക്ക് എന്തറിയില്ല, ഒറിജിനൽ വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് വി ഹാവ് എൻ എക്സ്പെക്റ്റേഷൻ ദാറ്റ് വി ക്യാൻ സെൽ ദിസ് പ്രോഡക്റ്റ് ദിസ് ഷെയർ അറ്റ് ₹1500 എന്നൊക്കെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതും കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒന്നാമത്തെ വർഷം നമുക്ക് ഡിവിഡൻറ്റ് ₹100 ആണെങ്കിൽ ആ ₹100 നമ്മളുടെ ഒരു പിന്നെ ഇൻഫ്ലേഷൻ റേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ടിങ് റേറ്റ് വെച്ചിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തും. രണ്ടാമത്തെ കൊല്ലം ഡിസ്കൗണ്ടിങ് ഫാക്ടർ വ്യത്യാസം ഉണ്ടാകും. റേറ്റ് സെയിം ആയിരിക്കും, പക്ഷേ ഫാക്ടർ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താക്കും, അതിന് നമ്മൾ രണ്ടാമത്തെ വർഷത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്യും. മൂന്നാമത്തെ വർഷം അങ്ങനെ ഓരോ വർഷം വെവ്വേറെ നമ്മൾ എന്താക്കും, ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്യും. പിന്നെ വിൽക്കുന്ന എമൗണ്ട് 10ാമത്തെ കൊല്ലമാണെങ്കിൽ 10ാമത്തെ കൊല്ലം ആ വിറ്റ് കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ ആ 10ാമത്തെ കൊല്ലം ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചിട്ട് അതിനും നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതൊക്കെ കൂടി നമ്മൾ ആഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കിട്ടാൻ പോകുന്ന എല്ലാ ക്യാഷ് ഇൻഫ്ലോസിനെയും നമ്മൾ എന്ത് ചെയ്യും, പിന്നെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എന്നർത്ഥം. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. അതാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിവിഡൻറ്റിനെ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിൻ്റെ ഡിവിഡൻറ്റ് ഒരു ക്യാപിറ്റലൈസേഷൻ മോഡൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സിൻസ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഈ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മുടെ ഡിസ്കൗണ്ടിങ് റേറ്റ് എന്ന് പറയുന്നത്. ഈസ് ഓൾസോ കോൾഡ് ആസ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആൻഡ് ദ റേറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്കൗണ്ട് ദ ഡിവിഡൻറ്റ് ആസ് ദ ഫ്യൂച്ചർ സെല്ലിംഗ് പ്രൈസ്. ദിസ് മോഡൽ ഈസ് ടേംഡ് ആസ് ഡിവിഡൻറ്റ് ഡിസ്കൗണ്ട് ഓർ ക്യാപിറ്റലൈസേഷൻ മോഡൽ. എന്തുകൊണ്ട് ആ പേര് പറയണം എന്നുള്ളതിൻ്റെ റീസൺ പറഞ്ഞതാണ്. ക്ലിയർ? ഇനി ഈ ഡിവിഡൻറ്റ് ക്യാപിറ്റലൈസേഷൻ മോഡലിൻ്റെ അകത്ത് നമുക്ക് 3 സാഹചര്യങ്ങളുണ്ടാവും. 3 രീതികൾ മീൻസ് 3 സാഹചര്യങ്ങളുണ്ടാവാം. അതിലുള്ള ഒന്നാമത്തെ സിറ്റുവേഷൻ നമ്മൾ 0 ഓർ നോ ഗ്രോത്ത് മോഡൽ എന്നുള്ളതാണ്. ഓക്കെ, അതൊരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ സീറോ ഗ്രോത്ത് അല്ലെങ്കിൽ നോ ഗ്രോത്ത് മോഡൽ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിർത്താം. ആ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിവിഡൻറ്റ് നമ്മളിപ്പം എല്ലാ വർഷവും ഒരു 10% നമുക്ക് ഡിവിഡൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണതെങ്കിൽ അതിൽ ഗ്രോത്ത് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യണില്ല. 10 കൊല്ലം നമ്മൾ കീപ്പ് ചെയ്താൽ ആ 10 കൊല്ലം നമ്മളുടെ ഫേസ് വാല്യൂൻ്റെ 10% നമുക്ക് ഡിവിഡൻറ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ.
വി ഡു നോട്ട് എക്സ്പെക്റ്റ് എനി കൈൻഡ് ഓഫ് ഗ്രോത്ത് ഇൻ ദ ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റിൽ നമ്മൾ ഗ്രോത്ത് പ്രതീക്ഷിക്കണില്ല എന്നർത്ഥം. ഗ്രോത്തും ഇല്ല, അതിനൊരു താഴ്ചയും വരാൻ നമ്മൾ പ്രതീക്ഷിക്കണില്ല. 10% നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മളുടെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ഒക്കെ പോലെ ഒരു നിശ്ചിത എമൗണ്ട് അല്ല, നിശ്ചിത റേറ്റിൽ നമുക്ക് ഡിവിഡൻറ്റ് കിട്ടുമെന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനും അതിൻ്റെ ഒരു മോഡലും. ഓക്കെ, ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ ഗോർഡൻ മോഡൽ. നിങ്ങൾ FM ഒരു പക്ഷേ ഗോർഡൻസ് മോഡൽ ഡിവിഡൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗോർഡൻസ് മോഡലും വാൾട്ടേഴ്സ് മോഡലൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ FM ഈ വർഷമാണ് പഠിക്കണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എല്ലാ വർഷവും ഇങ്ങനെ ഇൻക്രീസ് പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഒന്നാമത്തെ വർഷം നമ്മൾ 10% ഡിവിഡൻറ്റ് കിട്ടിയത്. നെക്സ്റ്റ് ഇയർ വി എക്സ്പെക്ട് 2% ഇൻക്രീസ്. അപ്പോൾ രണ്ടാമത്തെ വർഷം 12% ആയിരിക്കും. ആൻഡ് തേർഡ് ഇയർ വി എക്സ്പെക്ട് അഗെയിൻ 2% ഇൻക്രീസ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ വർഷം 14% ആയിരിക്കും. അങ്ങനെ ഒരു നിശ്ചിത ഒരു എമൗണ്ടിൽ ഉണ്ടാകുന്ന ഗ്രോത്ത്. ഓക്കെ, അതൊരു 2% ആണെങ്കിൽ ആ 2% എന്നുള്ളത് ഫിക്സ്ഡ് ആയിരിക്കും. അതാണ് കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത മെത്തേഡാണ് മൾട്ടിപ്പിൾ ഗ്രോത്ത് ഓർ വേരിയബിൾ ഗ്രോത്ത്. ഇവിടെ നമ്മളൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ നമ്മളൊരു നിശ്ചിത എമൗണ്ടിലുള്ള ഗ്രോത്ത് അല്ല പ്രതീക്ഷിക്കുന്നത്. ഈ ഗ്രോത്ത് തന്നെ എന്തായിരിക്കാം, വേരി ചെയ്യാം. ഒന്നാമത്തെ വർഷം 2% ഇൻക്രീസ് ആണെങ്കിൽ രണ്ടാമത്തെ വർഷം ചിലപ്പോൾ 3% ആയിരിക്കും ഇൻക്രീസ്, നാലാമത്തെ വർഷം 5% ഇൻക്രീസ് നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 വർഷം ഒരു നിശ്ചിത എമൗണ്ടിൽ നമ്മൾ അതിൻ്റെ ഗ്രോത്ത് പ്രതീക്ഷിക്കും. പിന്നെ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് മൾട്ടി ഫേസറ്റഡ് മോഡൽ എന്നൊക്കെ പറഞ്ഞത് പോലെ ഡിഫറെൻ്റ് ആയിരിക്കും. 5%, 10%, 20% അങ്ങനെ വേരി ചെയ്യാം. അങ്ങനെ 3 സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ 3 സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം വരും. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്താ, ഒരു ഗ്രോത്തേ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി പോലെയാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തത് ഒരു വേരിയബിൾ ആയിട്ടുള്ള ഗ്രോത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഒന്നാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യാൻ നോക്കുക, സീറോ ഗ്രോത്ത് ഓർ നോ ഗ്രോത്ത് മോഡൽ. ഇഫ് എ ഫേം ഹാസ് എ ഫ്യൂച്ചർ ഡിവിഡൻറ്റ് പാറ്റേൺ വിത്ത് നോ ഗ്രോത്ത് ഓർ വേർ the dividends remain constant over the time, the value of the share shall be the capitalization of perpetual stream of dividends. Share is valued based upon the holding period. ഓക്കെ, ഷെയർ നമ്മൾ വാല്യൂ ചെയ്യൽ എന്തായിരിക്കും, ഹോൾഡിംഗ് പീരിയഡിൽ എത്ര വർഷം കീപ്പ് ചെയ്യുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആൻഡ് ഇഫ് യു ആർ കീപ്പിംഗ് ദാറ്റ് ഫോർ ലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണതെങ്കിൽ ഒരു സാഹചര്യം, പിന്നെ നമ്മൾ അത് 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ എത്ര വർഷം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം വരും. പക്ഷെ അതിൽ എന്തുണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നോക്കുക, ഇഫ് ഹോൾഡിംഗ് പീരിയഡ് ഇസ് 1 ഇയർ. ഹോൾഡിംഗ് പീരിയഡ് നിങ്ങൾ 1 വർഷമേ നിങ്ങൾ ഹോൾഡിംഗ് പീരിയഡ് കീപ്പ് ചെയ്യുന്നുള്ളൂ, ഒറ്റ വർഷം. ഈ വർഷം നിങ്ങൾ സെക്യൂരിറ്റി വാങ്ങി അടുത്ത വർഷം വിൽക്കാൻ പോവുകയാണ്. ആൻഡ് യു എക്സ്പെക്ട് എ ഡിവിഡൻറ്റ് ഓഫ് 10% എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്, പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓഫ് ദ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിന് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കൺസിഡർ ചെയ്യുകയാണ്. 1 വർഷമേ നമുക്കുള്ളൂ, അപ്പോൾ 1 പ്രാവശ്യം ഡിവിഡൻറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കിട്ടാൻ പോകുന്ന ഡിവിഡൻറ്റിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കിട്ടാൻ പോകുന്ന ഡിവിഡൻറ്റ് നമ്മൾ ആദ്യം പ്രസൻറ്റ് വാല്യൂയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഇത് കാണിക്കുന്നത് D1. നിങ്ങൾക്ക് അടുത്ത വർഷം കിട്ടാൻ പോകുന്ന ഡിവിഡൻറ്റ് ഡിവൈഡ് ബൈ 1+k⁻1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1+k. അപ്പോൾ 1+k എന്ന് പറയുന്നത്, ഈ k എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ്. അത് നിങ്ങൾക്ക് 1+r എന്ന് വേണമെങ്കിലും പറയാം. ചിലപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും സബ്ജക്റ്റിൽ 1+r⁴ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ k എന്ന് ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയതുകൊണ്ടാണ് k എന്നുള്ള ഒരു ടേം ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഡിസ്കൗണ്ടിങ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ D1 ഡിവൈഡ് ബൈ 1+k⁻1 കണ്ടു കഴിഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 1+k കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പ്ലസ് അതോടെ എന്തോ കൂട്ടും വേണം. നമ്മളൊരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഷെയർ വിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയൊരു ഷെയർ, ആൻഡ് യു എക്സ്പെക്ട് ദാറ്റ് യു ക്യാൻ സെൽ ദിസ് ഷെയർ അറ്റ് 150 നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം നിങ്ങൾക്ക് 150 നിങ്ങൾക്ക് വിൽക്കാമെന്നാണ്. അപ്പോൾ അതാണ് P1 എന്ന് പറയുന്നത്, നിങ്ങൾ വിൽക്കാൻ പോകുന്ന നിങ്ങളുടെ പ്രൈസ്. ഓക്കെ, എക്സ്പെക്റ്റഡ് പ്രൈസ്. അപ്പോൾ 150 ഡിവൈഡ് ബൈ 1+k⁻1 എന്ന് വെച്ചാൽ 1+k. ഈ 2 പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതാണ് നിങ്ങളുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അതാണ് നിങ്ങളുടെ വാല്യൂ ഓഫ് ദ ഷെയർ. മനസ്സിലായല്ലോ, അതാണ് ഇൻട്രിൻസിക് വാല്യൂ. ഇനി നിങ്ങൾ ഉപയോഗിക്കേണ്ട വേറൊരു ഇക്വേഷൻ D1 ഡിവൈഡ് ബൈ k എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ട. ഇത് നിങ്ങളുടെ ഹോൾഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. ഹോൾഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആണെങ്കിൽ ഒരൊറ്റ സാധനം മാത്രമേ ഉപയോഗിക്കാനുള്ളൂ. ഇതൊക്കെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ
അടുത്തും കൂടെ പറഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, ഇഫ് ഹോൾഡിംഗ് പീരീഡ് ഈസ് മോർ ദാൻ 1 ഇയർ, ഒരു വർഷത്തിലധികം നിങ്ങളുടെ ഹോൾഡിംഗ് പീരീഡ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വർഷം നിങ്ങളിപ്പോൾ ഷെയർ വാങ്ങിച്ചു, അടുത്ത വർഷം 1-ാം തീയതി നിങ്ങൾക്ക് ഒരു ഡിവിഡൻഡ് കിട്ടും, പിന്നത്തെ വർഷം 1-ാം തീയതി നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടും, അതിനടുത്ത വർഷം 1-ാം തീയതി നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടും. അങ്ങനെ എത്ര വർഷമാണോ നിങ്ങൾ കീപ്പ് ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 1-ാമത്തെ വർഷത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, അതാണ് D1. 2-ാമത്തെ വർഷം കിട്ടാൻ പോകുന്ന ഡിവിഡൻഡാണ് D2. 3-ാമത്തെ വർഷം കിട്ടാൻ പോകുന്ന ഡിവിഡൻഡാണ് D3. അങ്ങനെ നിങ്ങൾ എത്ര വർഷമാണ് കീപ്പ് ചെയ്യണത് അത്. അപ്പോൾ നമ്മളൊരു N ഇയേഴ്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യണില്ല, ഒരു N നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ DN. മനസ്സിലായല്ലോ? അങ്ങനെ കിട്ടുന്ന എല്ലാത്തിനും എന്ത് ചെയ്യുക, അതിൻ്റെ നമുക്കൊരു ഡിസ്കൗണ്ടിങ് റേറ്റ് ഉണ്ടാവും. ഇപ്പോൾ 10% ആണെങ്കിൽ 10% എന്നായിരിക്കും അതിൻ്റെ ഡിസ്കൗണ്ടിങ് റേറ്റ്. ആ ഡിസ്കൗണ്ടിങ് റേറ്റ് വെച്ചിട്ട് നമ്മൾ എന്താക്കും, നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 1-ാമത്തെ വർഷത്തെ ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 1 + k⁻1 പ്ലസ്. ഓക്കെ, രണ്ടാമത്തെ വർഷത്തെ D2 ഡിവൈഡ് ബൈ 1 + k⁻2. ഓക്കെ, k² വേണം, ഹോൾ റേസ്റ്റ് 2 ആണ്, പ്ലസ് DN ഡിവൈഡ് ബൈ 1 + k⁻n പ്ലസ് നിങ്ങളിനി അത് nth ഇയറിൽ നിങ്ങളത് വിൽക്കുമല്ലോ. നിങ്ങൾ N നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ആ അവസാനത്തെ പോലെ നിങ്ങളത് വിൽക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, നിങ്ങളൊരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവും, നിങ്ങൾക്ക് വിറ്റാൽ കിട്ടുന്നൊരു പ്രൈസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണമെന്നുണ്ടാവും. ആ പ്രൈസ് അതാണ് PN ഡിവൈഡ് ബൈ 1 + k⁻n. ഈ കിട്ടിയതിനൊക്കെ കൂടി ആഡ് ചെയ്യുക, അതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഈ ക്യാഷ് ഇൻഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ പല സ്ഥലത്തും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം അതിനില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിന് ടോട്ടൽ എടുക്കുന്നതാണ് എന്ത്, നമ്മളുടെ ഇതിന് നമ്മൾ ടോട്ടൽ എടുക്കുന്നതാണെന്ത്, നമ്മളുടെ അതിൻ്റെ വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? വാല്യൂ ഓഫ് ഷെയർ ഒന്നിലധികം വർഷം ഉണ്ടെങ്കിൽ എത്ര വർഷമാണുള്ളത് അതൊക്കെ അതേപോലെ അടയുക. D1, D2, D3, D4, D5 ഒക്കെ അടയുക. പക്ഷേ അത് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 1 + k⁻1 ആണ് 1-ാമത്തെ വർഷം, 2-ാമത്തെ വർഷം 1 + k⁻2 ആണ്. ഓക്കെ, 3-ാമത്തെ വർഷം 1 + k⁻3 ആണ്. അപ്പോൾ ഓരോന്നും വെവ്വേറെ തന്നെ എന്ത് ചെയ്യാനുണ്ടാവും, നിങ്ങൾക്ക് ഒരു കോളം വരച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും. നമുക്കതിൻ്റെ ഒന്നും കൂടെ ഒരു മോഡലും കൂടെ ഉണ്ട്. എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇഫ് യു ആർ കീപ്പിംഗ് ദിസ് ഷെയർ ഫോർ ലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അൺലിമിറ്റഡ് പീരീഡിൽ നിങ്ങളിത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ D1 ഡിവൈഡ് ബൈ k ഒരു ഇക്വേഷൻ പറഞ്ഞല്ലോ, അത് ഉപയോഗിച്ചാൽ മതി. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. ഈ എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള എത്രാമത്തെ ചോദ്യമാണെന്നറിയാമോ? ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 144 3-ാമത്തെ ഇല്ലസ്ട്രേഷനാണ് ചോദ്യം. അത് ഒന്ന് നോക്കുക. ആൻ ഇൻവെസ്റ്റർ വുഡ് ലൈക്ക് ടു ഗെറ്റ് എ ഡിവിഡൻഡ് ഓഫ് 16 പൈസ, 16 പൈസ. നിങ്ങൾക്ക് തന്നത് ₹0.16 ആണ്, 16 പൈസയാണ്. ഫ്രം എ ഷെയർ ആൻഡ് വാണ്ട് ടു സെൽ ഇൻ ദ നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഒരു വർഷം നമ്മൾ കീപ്പ് ചെയ്യണുള്ളൂ. for ₹60. What is the present value of the share if the required rate of return is 12%? ഇവിടെ required rate of return നിങ്ങൾക്ക് 12% തന്നിട്ടുണ്ട്. എല്ലാ പ്രോബ്ലത്തിലും നിങ്ങളുടെ required rate of return തരും. അതിനെക്കുറിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ K എന്ന് പറയുന്നത് 12%. 12% എന്നുള്ളതിന് നമ്മൾ എന്താക്കണം, 0.12 ആണല്ലോ. 12% എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡ് ബൈ 100 എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് 0.12, K = 0.12. D1 = 0.16. 16 പൈസ എന്നുള്ളതിന് നമ്മൾ എന്താക്കണം, 0.16 എഴുതണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താക്കേണ്ടി വരും, നിങ്ങളത് ₹60 എന്നുള്ളതും പൈസയിൽ പറയേണ്ടി വരും. അപ്പോൾ രണ്ടും നല്ലത് എന്താണ്, നിങ്ങൾ രണ്ടും റുപ്പീസിൽ പറയണതാണ്. അപ്പോൾ 0.16 റുപ്പീസ്. പിന്നെ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. ഓക്കെ, ഇനി അതിന് P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇക്വേഷനിൽ കാണിച്ചിട്ടുണ്ട്. P0 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷനാണത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് നമുക്ക് P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ്. അതിന് 0.16 ഡിവൈഡ് ബൈ 1 + 1.12. അതാണ് 1 + K എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ 1 + K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 0.12 എന്നാണ്. 1 + 0.12 എന്ന് പറഞ്ഞാൽ 1.12 എന്നല്ലേ. അതാണ് ഇവിടെ അങ്ങനെ തന്നെ എഴുതിയത് കേട്ടോ. 1.12 എന്ന് എഴുതാനുള്ള കാരണം അതാണ്. പിന്നെ 60 ഡിവൈഡ് ബൈ 1.12. അത് രണ്ടും നിങ്ങൾ ഡിസ്കൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് ഉത്തരം കിട്ടിയിട്ട് ആ രണ്ടും സെപ്പറേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 53.71 എന്നാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ഷെയർ ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു, അതിന് അടുത്ത വർഷം 16 പൈസ ഡിവിഡൻറ്റും ₹60 വിൽക്കാനും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇന്നത്തെ വില, അത് അടുത്ത കൊല്ലമാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അടുത്ത കൊല്ലം ₹60 കിട്ടിയാൽ അതിന് ഇന്ന് ₹60 വില ഉണ്ടാവില്ലല്ലോ. ₹60 അടുത്ത കൊല്ലം കിട്ടുന്ന ₹60 പിന്നെ ഇന്നത്തെ ₹60 മൂല്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണത്. അപ്പോൾ അതിന് നമ്മൾ നോക്കുമ്പോൾ എത്ര റുപ്യൻ്റെ മൂല്യമുള്ളൂ, ശരിക്ക് 53.71 മൂല്യമുള്ളൂ ഇന്നത്തെ വില. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അത് ₹50 വിൽക്കണതെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാം, ആ ഷെയർ വാങ്ങാം. കാരണം എന്താ, അത് അതിൻ്റെ മൂല്യം കുറച്ചും കൂടെ കൂടുതലാണ്, ₹3.71 കൂടുതലാണ്. അപ്പോൾ ₹53.71 താഴെയാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇനി ₹53.71 മേലെയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് ₹55, അങ്ങനെയാണെങ്കിൽ അത് വാങ്ങാൻ പാടില്ല. കാരണം അതിൻ്റെ മൂല്യം കുറവാണ്. നിങ്ങളത് വാങ്ങിയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അടുത്ത വർഷം, ഒരു വർഷം കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ₹53 ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ദിസ് ഈസ് കോൾഡ് വാല്യൂ ഓഫ് ഷെയർ. ദിസ് ഈസ് കോൾഡ് വാല്യൂ ഓഫ് ഷെയർ. ക്ലിയർ? ഇനി അതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടെ നോക്കുക. ഈ പ്രോബ്ലം മിസ്റ്റർ എക്സ് ഈസ് പ്ലാൻഡ്, എക്സ് ഈസ് പ്ലാനിങ്, അത് രണ്ടാമത്തെ ചോദ്യമാണ്, പേജ് നമ്പർ 144. എക്സ് ഈസ് പ്ലാനിങ് ടു ബൈ an equity share to hold it for 1 year and sell it. The expected dividend at the end of the first year is ₹7. എത്ര വർഷം? ഒരു വർഷം തന്നെയാണ് അതും കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഇത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അത് ഞാനിതിൻ്റെ അകത്ത് ഒരു ടേബിളൊക്കെ വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര വർഷം കീപ്പ് ചെയ്യണം? ഹോൾഡ് ഇറ്റ് ഫോർ 1 year എന്നല്ലേ പറഞ്ഞത്? ഹോൾഡ് ഇറ്റ് ഫോർ 2 years ആണ് കേട്ടോ. അപ്പോൾ ചോദ്യം ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയതാണെന്ന് തോന്നുന്നുണ്ട്. കുറേ മുമ്പുണ്ടാക്കിയ PPT ആയതുകൊണ്ട്. ഇനി അതോ ഇതിലുള്ള വേറെ ചോദ്യം ഞാൻ കൊടുത്തതാണോ എന്നൊരു ഓർമ്മയില്ല. യെസ്, ദിസ് ഈസ് ചോദ്യം നമ്പർ 6, പേജ് നമ്പർ 146. അതാണ് കേട്ടോ. അപ്പോൾ നോക്കുക, മിസ്റ്റർ എക്സ് ഈസ് പ്ലാനിങ് ടു ബൈ ആൻ ഇക്വിറ്റി ഷെയർ ടു ഹോൾഡ് ഇറ്റ് ഫോർ 2 years ആൻഡ് ദെൻ ടു സെൽ ഇറ്റ്. ദ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ഈസ് ₹7 and 750 at the end of the second year. ഒന്നാമത്തെ വർഷം നമുക്ക് എന്ത് കിട്ടും? ₹7 ഡിവിഡൻഡ് കിട്ടും. രണ്ടാമത്തെ വർഷം ₹7 ഡിവിഡൻഡ് കിട്ടും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ്, അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ നമ്മൾ എന്ത് ചെയ്യും? ഇത് വിൽക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ₹220. നമ്മൾ വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ്? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ ഷെയർ, വാല്യൂ ഓഫ് ദ ഷെയർ അറ്റ് 15% ഡിസ്കൗണ്ട് റേറ്റ് 15%. അപ്പോൾ നമ്മൾ വാങ്ങിച്ച വില നമുക്ക് അറിയില്ല, നമുക്ക് കമ്പയർ ചെയ്യാം. നമുക്ക് വാങ്ങണോ വാങ്ങണ്ടേന്നാണല്ലോ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ നോക്കുക, ഇതാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഇയേഴ്സ് ഉണ്ടെങ്കിൽ, ഒന്നിലധികം വർഷം ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണല്ലോ. എത്ര വർഷമാണുള്ളത് അത്ര വർഷം ഉപയോഗിക്കോട്ടെ. 2 വർഷം അതുകൊണ്ട് നമുക്ക് D1 D2 മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഇതും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നോക്കുക. അതിൻ്റെ അകത്തുള്ളത് ഒന്നാമത്തെ വർഷങ്ങൾക്ക് പിന്നെ ക്യാഷ് ഇൻഫ്ലോ, നിങ്ങൾ മൾട്ടിപ്പിൾ ഇയർ ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ടേബിൾ വെച്ചിട്ടാണ് നോട്ട്ബുക്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം അതാ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വർഷം ക്യാഷ് ഫ്ലോ ₹7 എന്ന് വെച്ചാൽ ഡിവിഡൻഡ്. രണ്ടാമത്തെ വർഷം ₹7.50 ഉണ്ട്. രണ്ടാമത്തെ വർഷം തന്നെ ഇത് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ വർഷം തന്നെ വിൽക്കുമ്പോൾ ₹220 നമുക്ക് അതിൻ്റെ സെല്ലിംഗ് പ്രൈസും കിട്ടും. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒന്നാമത്തെ വർഷം 7, രണ്ടാമത്തെ വർഷം 7 കഴിയുമ്പോൾ മൂന്നാമത്തെ വർഷം 220. അപ്പോൾ അതിന് നമ്മൾ എന്താക്കണം? ഡിസ്കൗണ്ട് ചെയ്യണം. ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 15% ഡിസ്കൗണ്ടിങ് റേറ്റിലാണ്. 15% ഡിസ്കൗണ്ടിങ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പിന്നെ നമ്മൾ പറഞ്ഞത് 1 + k⁻1 ആണല്ലോ. അപ്പോൾ 1 / 1 + k⁻1 എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ D1 / 1 + k എന്നാണല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ 1 + k മാത്രം എടുക്കുകയാണെങ്കിൽ 1 / 1 + k എന്നാവും കേട്ടോ. അതുകൊണ്ട് 1 / 1 + എത്ര? 15% അല്ലേ? 15 പോയിൻ്റ്. അപ്പോൾ 1.15 എന്നാണ് വരിക. അത് ഇതിനെന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. 1 / 1.15 എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 0.870 എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മളിവിടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആക്കി വെച്ചത്. ഓക്കെ, ഇനി രണ്ടാമത്തെ വർഷം 1 / 1 + 1.15 സ്ക്വയർ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? 1.15 സ്ക്വയർ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് 1 / ആ കിട്ടിയ എമൗണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടൽ 0.756 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കാണുന്നത് നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറയുക. 15% ഡിസ്കൗണ്ടിങ് റേറ്റ്. ഓക്കെ, അപ്പോൾ ആ റേറ്റിനെ 1 / വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണതാണ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ഡിവിഡൻഡ് ഇതാണല്ലോ, ഇതിനാണ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 × 8.870. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ 6.09 എന്നാണ്. മനസ്സിലായല്ലോ? അങ്ങനെ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്തു നിങ്ങൾ ടോട്ടൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടിയത് 178 രൂപ എന്നാണ്. ക്ലിയർ ആയല്ലോ?
ഇനി അപ്പോൾ നമ്മൾ ഇനി ഇത് വാങ്ങണോ വാങ്ങേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. മാർക്കറ്റ് പ്രൈസ് ഇതിനേക്കാളും കുറവാണെങ്കിൽ വാങ്ങാം, മാർക്കറ്റ് പ്രൈസ് ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ വാങ്ങാൻ പാടില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ വാല്യൂ ഓഫ് ദ ഷെയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി ഡിസ്കൗണ്ടിങ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു എളുപ്പമാർഗ്ഗം ഉണ്ട്. അത് നിങ്ങളുടെ ടേബിൾ ഉണ്ടാവും. അതിന് നിങ്ങൾ ഒരു നിങ്ങൾ FM അത് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. നമുക്കൊരു ഒരു നീല ചാട്ടുള്ള ടേബിൾ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉണ്ടാവും. ആ ടേബിൾ പ്രസൻറ്റ് വാല്യൂ ഇതൊക്കെ ഈ റേറ്റുകളൊക്കെ അതിൻ്റെ അകത്ത് 15% താഴെ അങ്ങനെ ഓരോ വർഷത്തേക്കുള്ളത് അതിൻ്റെ അകത്ത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് എഴുതാൻ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഇനി ടേബിൾ ഇല്ലയെന്ന് കരുതിയിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ടായാൽ ഏത് റേറ്റിലും അതിന് ഡിസ്കൗണ്ട് ഇഫക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യുക. ഇനി അടുത്ത ഒരു പ്രോബ്ലം കൂടെ, ഒരു എക്സാമ്പിളും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഡയറക്റ്റ് ടേബിളിൽ നിന്ന് എടുത്താണ് കൊടുത്തത്. ഓക്കെ, നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ടേബിളിൽ നിന്ന് എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം. ആൻ ഇൻവെസ്റ്റർ എക്സ്പെക്ട് എ ഡിവിഡൻഡ് ഓഫ് 5 per share for next 10 year each year 10 year and selling price ₹80 at the end of the 10 year. കാൽക്കുലേറ്റ് പ്രസൻറ്റ് വരും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുന്നത്, എല്ലാ 10 വർഷവും നമ്മളിത് കീപ്പ് ചെയ്യുന്നുണ്ട്. 10 വർഷവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ₹5 ഫിക്സ്ഡ് എമൗണ്ട് ആണ്. അപ്പോൾ ഒരു നിങ്ങൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നോ അതുപോലെ ഉണ്ട് ചെയ്താൽ മതി. അവിടെ നിങ്ങൾ ടേബിൾ നോക്കാൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ടേബിളിൽ വാല്യൂ എടുക്കാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെയാണോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് അതുപോലെ ഒരു വ്യത്യാസവും ചെയ്യാതെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആനുവിറ്റി ഫാക്ടർ നമുക്ക് അതിനെ പറയുന്നത് ഡിസ്കൗണ്ടിങ് ഫാക്ടർ നമുക്ക് എടുക്കാം. ഇവിടെ ₹5 തന്നെയാണ് എല്ലാ വർഷവും കിട്ടണം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആനുവിറ്റി ഫാക്ടർ വെച്ചിട്ട് അതിന് കുറച്ചും കൂടി എളുപ്പമുള്ള മാർഗ്ഗമാണ് ആനുവിറ്റി ഫാക്ടർ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഇതാണ്. ഇനി ആനുവിറ്റി ഫാക്ടർ നോക്കലും ഇതും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ടെൽ മീ. ഞാൻ ആ ടേബിൾ മാത്രം നോക്കൽ ഒരു ക്ലാസ് എടുത്തരാം. ഓക്കെ, ടേബിൾ നോക്കൽ മാത്രം ഞാൻ വേറൊരു വീഡിയോ ലെക്ചർ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി നിങ്ങൾ പഠിച്ചത് കൊണ്ട് അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. 3 എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ 3 രീതിയിലൊക്കെ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് രീതിയിലൊക്കെ ഇത് വരാം. ഓക്കെ, ഇതാണ് നോ ഗ്രോത്ത് മോഡൽ, ഫിക്സഡ് ഗ്രോത്ത് മോഡൽ, അല്ലെങ്കിൽ ഇഫ് വി ആർ കീപ്പിംഗ് ദാറ്റ് സെക്യൂരിറ്റി ഫോർ 1 year ഒരു മൾട്ടിപ്പിൾ ഇയർ എന്നൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിളാണ്, ഒക്കെ റിലേറ്റഡ് ആണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.